ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കണ കഴിവേറി. നാടായ നാട് മുഴുവൻ തെണ്ടി വേർത്ത് കുളിച്ചു വന്നിട്ട് കട്ടിൽ കയറി കിടക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് പോടാ. എന്താ എന്ത് പറ്റി? തലവേദന. വെയിൽ കൊണ്ടിട്ടാവും. ഞാൻ പോയി ചൂടായിട്ട് കാപ്പി കൊണ്ടട്ടെ? വേണ്ട. എന്താ കരയുന്നത്? വേദന സഹിക്കോയ്യ. ഡോക്ടർ വിളിക്കണോ മോനെ? വേണ്ട. നിൽക്കൂ. ഒന്ന് ചോദിച്ചോട്ടെ? എന്തു വേണം? 2 തവണ സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അവസരം തന്നില്ല. എനിക്ക് ചിലത് അറിയാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പറയൂ. പറയൂ. നീ രാജു അല്ലേ? നിങ്ങൾക്ക് ഭ്രാന്താണ്. രാജു, നീ എന്ത് രാജു ആണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിന്നൊരു ഭ്രാന്ത വലയത്തിലാക്കിയിരിക്കുകയാണ്. ആ വലയത്തിൽ നിന്നും വെളിയിൽ വരാനുള്ള മടിയാണ് നിന്നെ കൊണ്ട് ഒളിച്ചുകളി നടത്തിക്കുന്നത്. സത്യം പറയൂ. നീ രാജു അല്ലേ? നീ രാജു അല്ലേ? അനാവശ്യം പറയൂ. നിൽക്കൂ. സത്യം പറ. സത്യം പറയാൻ വരെ നിന്നെ ഞാൻ വിടൂല്ല. നീ രാജു അല്ലേ? നീ എന്റെ രാജു തന്നെയാണ്. പിന്നെ അനു, എന്താ? Nothing at all. വിന്നു, എഴുന്നേൽക്കണ്ട. കിടന്നോളൂ. വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. കൂട്ടുകാരൊക്കെ എവിടെ പോയി? പുറത്തുപോയി. ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചു. ഞാൻ വരുന്നതുവരെ ഇനി അനിലിനെ കാണാൻ പോകരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്.
പറയണതമ്മടി, നീ എന്ത് വിഷം ഉപയോഗിച്ചു? നമ്മൾ മൂവരെ അന്യന് കൈയടിച്ച് സത്യം ചെയ്തതല്ലേ ഈ നശിച്ച സാധനം തുടരുന്നത്. നോക്കണ പിന്നു മൂക്കത്തെ പുകയും വലിച്ച് നടു റോട്ടിൽ കിടന്ന് പിച്ചും പേയും പറയായിരുന്നു. അവൻ ഇതെന്താ ആരംഭിച്ചു ചോദിക്കണം. അവൻ ചോദിക്കില്ല. എന്റെ ഈ നിലയ്ക്ക് കാരണക്കാരൻ അവനാണ്. ദീപ്തിയെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ വഴിമാറി തരുമായിരുന്നല്ലോ. ഇന്ന് കാലത്ത് വരെ നല്ലവൻ ചവഞ്ഞ് നീ എന്നെ ചതിക്കുകയായിരുന്നു. കിഷോർ, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണ്ട. നീ ആട്ടും തോൽ ധരിച്ച ചെന്നായാണ്, ചതിയനാണ്. പോ ഇവിടുന്ന്. എനിക്കിനി നിന്റെ മോൾ കാണണ്ട. കിഷോർ, ശബ്ദിച്ചു പോരുത്. പോ. Take all your things and get out. അവന് പറയാനുള്ള മുഴുവൻ കേൾക്ക് കിഷോർ. വിനോദിനെ തിരിച്ചു വിളിച്ചു. ആ ചതിയനെ ഞാൻ ഒരിക്കലും തിരിച്ചു വിളിക്കില്ല. അവനെന്റെ ആരുമല്ല. ഇതുവരെ നമ്മൾ 3 പേരും ഒന്നായിരുന്നു. ഇന്ന് നീ അവനെ ഒറ്റപ്പെടുത്തിയല്ലേ? അവനെ ഇറക്കി വിട്ടു അല്ലേ? ഓ, ഇത് നിന്റെ വീടാണല്ലോ. ഞങ്ങൾ അതിഥികളല്ലേ? ഞാനത് മറന്നുപോയി. ഇത് എന്റെ ലൈസൻസാണ്. ഇത് ഞാനെടുക്കും. വരട്ടെ. ചന്ദ്ര, നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ 3 പേരുമായി താമസിച്ച ഈ വീട്ടിൽ ഇനി 2 പേരുമായി താമസിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നു? എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനും സ്ഥലത്ത് കിടന്നു. അപ്പൊ ചന്ദ്രൻ? ഞാനും ഇറങ്ങി. എന്നാൽ നമുക്കൊരുമിച്ച് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കാം. ഞാനില്ല. നമ്മൾ മൂവർക്കും ഒരുമ എന്നുണ്ടാകുന്നുവോ അന്ന് ഒന്നിച്ച് താമസിക്കും. അതുവരെ വെവ്വേറെ. അനു, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്കെന്തോ ഭയം പോലെ. മറ്റൊരു സുന്ദരിയായ പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ അനു? അനു, സുജി, ഞാൻ നിന്റെ രൂപത്തെയല്ല സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സുജിയെ വിട്ട് ഞാൻ എവിടെ പോകാനാണ്? അത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണോ? വാക്കുകൾ കൊണ്ട് അത് ഞാൻ എങ്ങനെയാ പറയേണ്ടെന്നറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് നിന്നെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ അയ്യോ, കഴിവുകളെ വന്നിരിക്കണടാ.
കിഷോർ. നീയോ എന്തിനിവിടെ വന്നു? കിഷോറിനെ കാണാൻ. തകർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് അന്വേഷിച്ചെന്നാണോ? ഞാനൊന്നും തകർത്തില്ലല്ലോ. അനിയനെ തേടി വന്നതാണ്. പ്രേമത്തെ പറ്റി ചിന്തിക്കാൻ സമയമില്ലെന്ന് അന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ നീ എങ്ങനെ വിനോദിനെ സ്നേഹിച്ചു? നിങ്ങളെങ്ങനെ എന്നെ സ്നേഹിച്ചു? എനിക്കറിയില്ല. അതുപോലെ എനിക്കും അറിയില്ല. മുൻകൂട്ടി തയ്യാറെടുത്താണോ മനുഷ്യൻ സ്നേഹിക്കുന്നത്? ആ ചതിയൻ എന്നെ പറ്റി എന്തെങ്കിലും നുണകൾ പറഞ്ഞാണ്. വിഡ്ഢിത്തം പറയാതിരിക്കൂ. പുരുഷന്മാരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണല്ലോ ഈശ്വര സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പോ, എന്റെ ഒപ്പിന് പോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലല്ലോ. എനിക്ക് കേൾക്കണ്ട. വിനോദ് തെറ്റുകാരനല്ല കിഷോർ. സംസ്കാരം കൂടി ഇല്ലാതായി. എന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇപ്പൊ നിന്നെ വെറുതെ വിടുന്നു. ഇനി എന്റെ കണ്ണിപ്പെട്ട അന്ന് എന്നെ കൊണ്ട് അടിയറവ് ഞാൻ പറയിപ്പിക്കും. പോ. No, thank you. I said no. It's okay, I'm sorry. I don't want. ഇത് വലിക്കാത്തവർക്ക് ഇവിടെ ഇപ്പോൾ പ്രവേശനമില്ല. Come on, have it. I said no. Have it. I said no. Please. Don't disturb me. No. Please don't say no. Hey, look here. Hey. I said no. Have it. You lady. Help me, please. Help me. Help me, please. Get away from me, you bloody cheat!
ഇവിടെ വന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ച അത് നടത്തി തരും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ദയവായി അത് നടത്തി തരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആവോ? ദൈവം നേപ്പാളിയാണ്, ഞാനൊരു പാവം മലയാളിയാണ്. എനിക്ക് വേറെ ഒരു ഭാഷയും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾ ഗുരുവായൂരപ്പനോട് ചോദിച്ച് അതിന്റെ അർത്ഥം അവിടുന്ന് മനസ്സിലാക്കും. എനിക്ക് 2 ചങ്ങാതിമാരുണ്ട്, കിഷോർ, വിനോദ്. എന്റെ പേര് ചന്ദ്രൻ. അവര് തമ്മിൽ പിണങ്ങി. ചണ്ട ഇന്ന് മാറും നാളെ മാറും കാത്തും. പക്ഷെ അത് നടക്കുന്ന കോളില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് അതിൽ തലയിടുക, കാര്യം നടത്തി തരിക. ഓ ശരി.